ടൊബ്ലറോൺ എന്ന ചോക്ലേറ്റ് തിയോഡോർ ടൊബ്ലറും അദ്ദേഹത്തിന്റെ കസിൻ ഇമൽ ബൗമാനും സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ലോകത്തിന് നൽകിയത് 1908 ഒരു വ്യത്യസ്തമായ ഷേപ്പിലാണ്. ഈ ഷേപ്പിന് ഇൻസ്പയർ ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് മെറ്റാൻഹോൺ എന്ന സ്വിറ്റ്സർലാൻഡിലെ തന്നെ ഒരു ഫേമസ് മലനിരകളാണ്. ഇവരുടെ ആഗ്രഹം പോലെ തന്നെ ഈ വ്യത്യസ്തമായ ഷേപ്പും ബ്രാൻഡിങ്ങും കോൺഫെക്ഷണറി മാർക്കറ്റിൽ ഒരു പ്രത്യേക ഇടം കണ്ടെത്താൻ ടൊബ്ലറോൺ ചോക്ലേറ്റിനെ വളരെയേറെ സഹായിച്ചു. ടൊബ്ലറോസ് എന്ന സർനെയിമും മധുരവും നട്സും തേനും ഉൾക്കൊള്ളുന്ന ഇൻഗ്രീഡിയന്റിനെ സൂചിപ്പിക്കുന്ന ഇറ്റാലിയൻ വാക്കായ ടൊറോണോ കൂടി ചേർന്നതാണ് ടൊബ്ലറോൺ എന്ന നെയിം. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഇവരുടെ കീ ഇൻഗ്രീഡിയന്റ് ആയ കോക്കോക്കും ഷുഗറിനും വരുന്ന ഷോർട്ടേജ് ഇവരെ സാരമായി ബാധിക്കുന്നുണ്ടെങ്കിലും ഇതിനെ അവർ ഓവർകം ചെയ്യുന്നത് ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ഇവരുടെ റെസിപ്പി ചേഞ്ച് ചെയ്തും പ്രൊഡക്ഷൻ പ്രോസസ്സിൽ മാറ്റം വരുത്തിയുമാണ്. യുദ്ധാനന്തരം എന്ന ഹൈ ഡിമാൻഡ് ടൊബ്ലറോൺ മീറ്റ് ചെയ്തത് കമ്പനി മോഡലൈസ് ചെയ്തും പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവന്നുമാണ്. ടൊബ്ലറോൺ ചോക്ലേറ്റ് അതിന് യുണീക് ഷേപ്പ് കൊണ്ടും സ്മൂത്ത് ടെക്സ്ചർ കൊണ്ടും ഹൈ ക്വാളിറ്റി ഇൻഗ്രീഡിയന്റ് കൊണ്ടും തന്നെ ആഡംബരത്തിന്റെയും സന്തോഷത്തിന്റെയും മുഖമായി വളരെ പെട്ടെന്ന് മാറി. ഇന്ന് ഓരോ വർഷവും 7 ബില്യൺ ബാറാണ് അവർ മാർക്കറ്റിൽ എത്തിക്കുന്നത്. കേരളത്തിൽ നിന്ന് ലോകോത്തര ബ്രാൻഡായി തങ്ങളുടെ ബിസിനസ് വളരണമെന്ന് ആഗ്രഹിക്കുന്ന ചെറിയ ബിസിനസ്സുകളും കൂടുതൽ വ്യവസായം ചെയ്യുന്ന ഫാമിലികളും ഇനി കൂടുതൽ മാതൃകയാക്കേണ്ടത് ഇറ്റലി, സ്വിറ്റ്സർലാൻഡ്, ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളിലെ ബിസിനസ് മോഡലുകളെയാണ്. കാരണം ഇന്ന് നമ്മൾ ഫേസ് ചെയ്ത പല പ്രശ്നങ്ങളും 100-200 വർഷങ്ങൾക്ക് മുമ്പ് അവർ ബിസിനസ്സിൽ സോൾവ് ചെയ്തതായി കാണാം. നമുക്കറിയാം ഇന്ന് കേരളത്തിൽ ഹ്യൂജ് റിസോഴ്സസ് നിന്ന് കുറഞ്ഞു വരുന്നു. എല്ലായിടത്തും പരക്കെ നമ്മുടെ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്യാനുള്ള ഫണ്ടിന്റെ കമ്മി, കഴിവുള്ള തൊഴിലാളികളെ നല്ല വേതനം കൊടുത്ത് നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത, ഇതിനെല്ലാമുള്ള പരിഹാരം എന്നത് ക്വാളിറ്റി പ്രൊഡക്റ്റ്, ക്വാളിറ്റി പ്രൈസ്, ക്വാളിറ്റി കസ്റ്റമേഴ്സിൽ എത്തിക്കുക എന്നതാണ്.